സമസ്തയെക്കുറിച്ചാണ്, മുസ്ലിം ലീഗിനെക്കുറിച്ചാണ്. തെരഞ്ഞെടുപ്പ് വെളിപ്പാടകലെ മാത്രം നിൽക്കുന്നു. അപ്പോൾ സമസ്തയ്ക്കുള്ളിലെ ചില സ്വാരസ്യങ്ങൾ പുറത്തേക്ക് വരികയാണ്. മുസ്ലിം ലീഗിനെതിരെ ഒരു വിഭാഗം നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുകയാണ്. ദാവൂദ് സാർ, തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. ഈ സമസ്തയുടെ രാഷ്ട്രീയ ആഭിമുഖ്യത്തിലെ അടുത്ത കാലത്ത് എന്തെങ്കിലും മാറ്റം വന്നു എന്ന് ദാവൂദ് സാർ കരുതുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ സമസ്തയ്ക്ക് എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമോ? ഇതിൽ ഈ സമസ്ത, ലീഗ്, CPM ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പലതരത്തിലുള്ള വിവാദങ്ങളും വാർത്തകളും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സർഫേസ് ചെയ്യാറുണ്ട്. പക്ഷേ കഴിഞ്ഞ 2-3 ദിവസങ്ങളുണ്ടായിട്ടുള്ള പ്രത്യേകമായ അല്ലെങ്കിൽ വളരെ ആശ്ചര്യകരമായൊരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സമസ്ത നേതാവ് എന്ന് പറഞ്ഞാൽ സമസ്തയുടെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ്. സമസ്ത നേതാവ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡി മുഷാവറ എന്ന് പറയും. 40 അംഗ മുഷാവറ എന്ന് പറഞ്ഞാൽ കൂടിയാലോചന സമിതി. അതിലെ അംഗവും സമസ്തയുടെ സംസ്ഥാന സെക്രട്ടറിയുമായ മുക്കം മുഹമ്മദ് ഫൈസി അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണ് 2-3 ദിവസം മുമ്പ് മാതൃഭൂമി ചാനലിൽ. അതിലദ്ദേഹം ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം പുലർത്തുന്ന തരത്തിലാണ് സംസാരിക്കുന്നത്. ഇന്നോ ഇന്നലെയാണെന്ന് തോന്നുന്നു റിപ്പോർട്ടർ TVക്ക് വേറൊരു ബൈറ്റ് കൊടുക്കുന്നുണ്ട്. അദ്ദേഹം അതിൽ വളരെ എക്സ്പ്ലിസിറ്റായിട്ട് ഒരു വ്യാഖ്യാനത്തിനും പഴുതില്ലാത്ത വിധം എൽ ഡി എഫിനാണ് പരിഗണന കൊടുക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന പോയിൻ്റ് ഇതാണ്. CPM കേരളത്തിൽ ഉന്നയിക്കുന്നൊരു പോയിൻ്റ് കൂടിയാണത്. വെച്ചാൽ ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിൽ വരേണ്ടത്. ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യങ്ങൾ ഏറ്റവും ശക്തമായും ശരിയായും ഉയർത്തിപ്പിടിക്കുന്നത് ആരാണ്? അത് CPM-ഉം LDF-ഉമാണ് എന്ന് അദ്ദേഹം ഒരു വ്യാഖ്യാനത്തിനും ഇടയില്ലാത്ത വിധം അത് പറയുന്നുണ്ട്. സാധാരണ സമസ്ത നേതാക്കന്മാരുടെ മാത്രമല്ല, സമുദായ നേതാക്കളുടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രസംഗങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും വായിച്ചെടുക്കുകയാണ് ചെയ്യുക. പക്ഷേ അങ്ങനെ വായിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം LDF-നാണ് പരിഗണന കൊടുക്കേണ്ടത്, CPM-നാണ് പരിഗണന കൊടുക്കേണ്ടതെന്ന് 2 തവണ പറയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നുവെച്ചാൽ അദ്ദേഹം സമസ്ത മുഷാവറ അംഗവും സംസ്ഥാന സെക്രട്ടറിയുമാണ്. അതിനേക്കാൾ ഗുരുതരമായൊരു കാര്യം അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഈ ഹൈദരലി ശിഹാബ് തങ്ങളെ ED ചോദ്യം ചെയ്തത്, ഈ ഒരു ദിവസം മുഴുവൻ ED ചോദ്യം ചെയ്യുന്നു. ED ചോദ്യം ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമാവുന്നു. ഇത് ആരാണ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്? ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് KS ഹംസ എന്ന് പറയുന്ന പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ തുടങ്ങിയ ശേഷം 3 തവണ ഇത് പരസ്യമായിട്ട് ഉന്നയിച്ചു മാധ്യമങ്ങളുടെ മുമ്പിൽ. ലീഗ് അതിനോട് ഒരു നിലക്കും റെസ്പോണ്ട് ചെയ്തില്ല. ഞങ്ങൾ അതിൽ കൊത്തുന്നില്ല എന്നുള്ള സമീപനമാണ് അവർ സ്വീകരിച്ചത്. അത് അവരതിനോട് റെസ്പോണ്ട് ചെയ്തില്ല. പക്ഷേ അതേ കാര്യം ആവർത്തിക്കുകയാണ് ഈ മുക്കം മുഹമ്മദ് ഫൈസി ചെയ്യുന്നത്. അദ്ദേഹം എന്താണോ KS ഹംസ ഹൈദരലി തങ്ങളുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അത് ആവർത്തിക്കുന്നു. എന്നിട്ട് അത് ഗൗരവപ്പെട്ട കാര്യമാണല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ സമസ്തയുടെ മുഷാവറാംഗമായിട്ടുള്ള ഒരാൾ വളരെ എക്സ്പ്ലിസിറ്റായിട്ട് ഈ പറയുന്ന LDF-നാണ് പരിഗണന കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് നിശ്ചയമായും ഒരു പുതിയ സാഹചര്യമാണ്. സമസ്തയുടെ ഒരു നേതാവും മുസ്ലിം ലീഗിന് വേണ്ടിയോ UDF-ന് വേണ്ടിയോ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. പക്ഷേ LDF-ന് വേണ്ടി അങ്ങനെ സംസാരിച്ചിരിക്കുന്നു. പക്ഷെ അങ്ങനെ സംസാരിച്ചാൽ സാധാരണഗതിയിൽ സംസ്ഥയുടെ ലീഡർഷിപ്പ് അദ്ദേഹം ലീഡർഷിപ്പിൻ്റെ ഭാഗമാണ്. പിന്നെയുള്ള അതിൻ്റെ മേലുള്ള സംസ്ഥയുടെ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിയാണ്. ജിഫ്രി തങ്ങളാണ് പ്രസിഡന്റ്. അദ്ദേഹം ഇതുവരെ അതിലൊരു വ്യക്തത വരുത്തിയിട്ടില്ല. അത് അദ്ദേഹം പറഞ്ഞത് മുഷാവറാംഗം പറഞ്ഞിട്ടുള്ളത് സംസ്ഥയുടെ അഭിപ്രായമാണോ അല്ലയോ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ അതിനോട് പ്രതികരിച്ചിരിക്കുന്ന ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാസർ ഫൈസി കൂടത്തായി എന്ന് പറയുന്ന സമസ്തയുടെ ഒരു പോഷക വിഭാഗത്തിൻ്റെ ഒരു സഹനേതാവ് മാത്രമായിട്ടുള്ള ആളാണ് അതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. സമസ്തയുടെ നിലപാടല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം, അപ്പം സമസ്ത മുഷാവറാംഗമായിട്ടുള്ള ഒരാളെ തിരുത്തുക സമസ്തയുടെ കീഴ്ഘടകമായിട്ടുള്ള SYS-ൻ്റെ ഒരു സഹഭാരവാഹിയിട്ടുള്ള ഒരാളാണ്. അങ്ങനെയാണ് കാര്യമെങ്കിൽ അത് സംഘടനയെ ബാധിക്കുന്ന ഗുരുതരമായൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഇതെന്താണെന്ന് വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്വം സമസ്ത ലീഡർഷിപ്പിനാണ്. പ്രാഥമികമായി ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കാണ്. അദ്ദേഹം അത് വരുത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് അദ്ദേഹം പറഞ്ഞത് ശരിയാണോ ശരിയല്ലേ എന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ടാണ്
ഇതിങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പം നേരത്തെ പലതവണ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ സമസ്തക്കകത്ത് കുറേ കാലമായി ഒരു ചില തരത്തിലുള്ള പിരിമുറുക്കങ്ങൾ ഉണ്ട് സമസ്തക്കകത്തും സമസ്ത ലീഗ് ബന്ധത്തിലും. അപ്പോൾ അതിൽ ഒരു വിഭാഗം ഇടതുപക്ഷത്തോട് അടുക്കുന്നു. അവരെ പൊതുവെ ഷജറ വിഭാഗം എന്നാണ് പറയുക. അതിൻ്റെ എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് എനിക്കറിയാം. ഷജറ എന്ന മരം എന്നാണ് അതിൻ്റെ അർത്ഥം. ത്വയ്യിബ എന്ന് പറയുന്ന ഗ്രൂപ്പ് നിന്നാണ് ഷജറ ഉണ്ടായത്. അല്ല, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇതിനകത്ത് ഔദ്യോഗികമായിട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇനി എന്തോ ആയിക്കോട്ടെ, ഷജറ വിഭാഗം എന്നാണ് അത് പറയുക. അപ്പോൾ അവർ ലീഗ് വിരുദ്ധമായ CPM അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നുണ്ട്. അവർ പൊന്നാനിയിലും മലപ്പുറത്തും ലീഗിനെതിരെ പണിയെടുക്കുന്നു. അതിൽ തന്നെ പൊന്നാനിയിൽ അധികമായി പണിയെടുക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പൊന്നാനിയിലെ അതിൻ്റെ ഇടയ്ക്ക് കാണണം ഈ സമസ്തയുടേതെന്ന് പറഞ്ഞിട്ട് വീടുകളിൽ സമസ്ത പ്രവർത്തകരുടെ വീടുകളിൽ ഫോൺ കോൾ വന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അതിൽ ജിഫ്രി തങ്ങൾ തന്നെ ക്ലാരിറ്റി വരുത്തുക, ഞങ്ങളങ്ങനെ ആരെയും ഫോൺ വിളിക്കാൻ ഏൽപ്പിച്ചിട്ടില്ല. എന്താണ് LDFന് വോട്ട് ചെയ്യണമെന്ന് ഫോൺ കോൾ വന്നു. ഇപ്പോൾ ഇവിടെ ഈ പൊന്നാനി മണ്ഡലത്തിൽ ഒരു ഓൺലൈൻ ക്വിസ് നടക്കുന്നുണ്ട്. അത് പൊന്നാനി ടീം സമസ്ത കൂട്ടായ്മ ഒരുക്കുന്ന വനിതാ ഓൺലൈൻ ക്വിസ് മത്സരം ഇൻതിഫാദ. 1ാം സമ്മാനം ഗോൾഡ് കോയിൻ, 2ാം സമ്മാനം ഫാൻ, 3ാം സമ്മാനം കുക്കർ. ഇത് 25/4/2024 വരെയാണ് ഈ ക്വിസ്. 25 ഇലക്ഷൻ്റെ തലേദിവസമല്ലേ അതല്ലേ? ആ ക്വിസിലെ ചോദ്യങ്ങൾ ഞാൻ വായിച്ചു തരാം, അപ്പോൾ മനസ്സിലാവും. കുറേ ചോദ്യമുണ്ട്. സമസ്തക്ക് ബദലാവാൻ ഈയിടെ രൂപീകരിച്ച ഫൗണ്ടേഷൻ്റെ പേര് കാളി ഫൗണ്ടേഷൻ, ഫോർവേഡ് ഫൗണ്ടേഷൻ, പ്രയാൺ ഫൗണ്ടേഷൻ. കേരള മുസ്ലിങ്ങളുടെ മതവിദ്യാഭ്യാസ പുരോഗതിക്ക് ചാലകശക്തിയായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ പേര് SKSF, SYS, സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഇവയെല്ലാം സമസ്തയുടെ, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്, സമസ്തയുടെ സ്ഥാപനങ്ങൾ സമസ്ത വിരുദ്ധർക്ക് കൈയടക്കാൻ അവസരം നൽകിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് തൃണമൂൽ കോൺഗ്രസ്, AAP, BSP, മുസ്ലിം ലീഗ്. ഇത് ആരെയാ തിരഞ്ഞെടുക്കാൻ? തൃണമൂൽ കോൺഗ്രസ് ഏതായാലും സമസ്തക്കെതിരെ ഒന്നും ചെയ്തില്ല. AAP, BSP. അടുത്തത് സമസ്ത പ്രസിഡന്റ് സയ്യിദുൽ ഉലമക്കെതിരെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ അറിവോടെ ആക്രോശം നടത്തിയ ലീഗ് ജനറൽ സെക്രട്ടറിയുടെ പേര് അബ്ദുറഹ്മാൻ രണ്ടത്താണ്, PMA സലാം, ആബിദ് ഹുസൈൻ തങ്ങൾ. അടുത്ത ചോദ്യം, സമസ്ത CAC വിഷയത്തിൽ പരിഹാരത്തിനെന്ന വ്യാജേന PK കുഞ്ഞാലിക്കുട്ടി, ആബിദ് ഹുസൈൻ തങ്ങൾ എന്നിവർക്കൊപ്പം പങ്കെടുത്ത് സമസ്തയെ ചതിച്ച മറ്റൊരു നേതാവ് സാദിഖ് അലി തങ്ങൾ, PSH തങ്ങൾ, KPSK തങ്ങൾ. സമസ്ത മുഷാവറയും സയ്യിദുൽ ഉലമയെയും സമൂഹ മധ്യത്തിൽ മോശമായി അവഹേളിച്ചതിന് പ്രത്യുപകാരമായി മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ച വ്യക്തി PSH തങ്ങൾ, രണ്ടത്താണി സുബൈർ. ഇങ്ങനെ പോയി. അടുത്ത ചോദ്യം, വന്യരായ ഹൈദരലി ശിഹാബ് തങ്ങളെ EDക്ക് മുമ്പിലേക്ക് ചോദ്യം ചെയ്യാൻ വലിച്ചെറിഞ്ഞു കൊടുത്തതിനെതിരെ പാർട്ടിയിൽ ചോദ്യം ചെയ്തതിന് മുസ്ലിം ലീഗിൽ നിന്നും പുറത്താക്കപ്പെട്ട വ്യക്തി സബാ വേങ്ങര, KS ഹംസ, ലത്തീഫ് തുറയൂർ. പരാജയഭീതി മൂലം സുപ്രഭാതം പത്രത്തിൽ വന്ന ഒരു പരസ്യത്തിൻ്റെ പേരിൽ പത്രം കത്തിച്ച പാർട്ടിയുടെ പേര് AAP, BSP, മുസ്ലിം ലീഗ്. ഇത് ആരാ നടത്തുന്നത് വെച്ചാൽ ഇതിൻ്റെ പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന ടീം സമസ്ത പൊന്നാനി. പക്ഷേ ഇത് പൊന്നാനി മണ്ഡലത്തിലെ ഈ സമസ്തക്കാരുടെ ഇതിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്വിസിൻ്റെ ലിങ്ക് ഓൺലൈൻ ക്വിസാണ്. ഇതിൻ്റെ ലിങ്ക് കഴിഞ്ഞ 1-2 ദിവസമായി വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് QR കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിവേ, അപ്പോൾ ഇതെന്താ സംഭവം? ഈ പറയുന്ന ഷജറ ടീം വളരെ വ്യവസ്ഥാപിതമായി പൊന്നാനിയിൽ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യമുണ്ട്. ഇത് വിജയിക്കുമെന്ന് വെച്ചാൽ ഇത് രാഷ്ട്രീയമായി എന്തെങ്കിലും, ഈ മലപ്പുറം പൊന്നാനിയാണല്ലോ, എന്തെങ്കിലും അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കാവുന്നൊരു എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇങ്ങനൊരു ടീം പണിയെടുക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. അത് ലീഗ് സമസ്തയ്ക്കകത്തും ലീഗ് സമസ്ത ബന്ധത്തിലും എങ്ങനെയാണ് അത് അൺഫോൾഡ് ചെയ്ത് വരാൻ പോകുന്നത് എന്നുള്ളത് രാഷ്ട്രീയമായി കൗതുകം ഉണ്ടാകുന്നൊരു കാര്യമായിരിക്കും. ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ കൗണ്ടിങ് കഴിഞ്ഞാൽ ഇതിൻ്റെ പലതരത്തിലുള്ള ഇമ്പാക്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും. പ്രാദേശിക തലങ്ങളിൽ, മഹല്ല് കമ്മിറ്റികളിൽ, ഈ പ്രാദേശിക മുസ്ലിം ലീഗ് കമ്മിറ്റികളിലൊക്കെ ഇതിൻ്റെ അനുരണനങ്ങൾ പല രീതിയിലുണ്ടാകും. അപ്പോൾ അത് കൂടുതൽ ഗൗരവപ്പെട്ട ചില മൂവ്മെൻറ്റുകളിലേക്ക് പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിവേ, സമസ്തക്കകത്ത് ഇങ്ങനെ ഒരു ടീം വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു വാസ്തവമാണ്. പക്ഷേ ഉത്തരവാദപ്പെട്ട ഒരു നേതാവ് അതിനെ എൻഡോസ് ചെയ്യുന്ന സ്വഭാവത്തിൽ സംസാരിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ 1-2 ദിവസമായിട്ട് കാണുന്നത്.
അതിലാകട്ടെ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി വരുത്താൻ സമസ്ത നേതൃത്വത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതും അവിടെ നിൽക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് കൂടിയാണല്ലോ സമസ്ത. അപ്പോൾ ആശങ്കപ്പെടണോ ലീഗ്? ഈ ദാവൂദ് സാഹിബ് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ആശങ്കപ്പെട്ടില്ലല്ലോ. എനിക്ക് ചിരിയാണ് സത്യത്തിൽ വന്നത്. കാരണം എന്താ വെച്ചാൽ ഈ സുപ്രഭാതം പത്രം തുടങ്ങുന്നത് സമസ്തയുടെ പ്രവർത്തനങ്ങളൊരു വഴിത്തിരിവാണ്. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ നമ്മൾ മനസ്സിലാക്കി ഇപ്പോൾ ഷജറകൾ എന്ന് പറഞ്ഞല്ലോ. ഈ ഷജറകൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അതെന്തോ വലിയൊരു ഗ്രൂപ്പാണ്, ഒരു വലിയ സംഭവമാണ്. അപ്പോൾ ഈ സമസ്തയെ പുലർത്താൻ വേണ്ടി എല്ലാ ദിവസവും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന, സമസ്തയുടെ പിന്തുണ മുസ്ലിം ലീഗിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് CPM-ലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിരന്തരം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന വളരെ സുസംഘടിതരായ ഒരു വിഭാഗം ആളുകളാണ്. അങ്ങനെയൊന്നും അല്ല. ഇത് വിരലിലെണ്ണാവുന്ന വ്യക്തികൾ. ഈ പറയുന്ന ഘടകങ്ങളല്ല, ദാവൂദ് സാഹിബ് പറഞ്ഞ ഘടകങ്ങളെല്ലാം അവിടെ ഉണ്ട് സമസ്തയിൽ. സമസ്ത സ്വന്തം അസ്തിത്വം നിലനിർത്തണം, ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സാറ്റലൈറ്റായി മാറരുത് എന്ന് ആഗ്രഹിക്കുന്ന സംഘടന തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അതിലെ ബഹുഭൂരിഭാഗം ആളുകളും മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്നവരാണ്. അതിൽ നിന്ന് ഒരു ഡിവിഡൻഡ് ഞങ്ങൾക്ക് കിട്ടണമെന്ന് CPM ആഗ്രഹിക്കുന്നുണ്ട്. പല കാരണങ്ങളാൽ ഈ പറയുന്ന സ്വതന്ത്രാസ്തിത്വം വേണമെന്ന് ചിന്തിക്കുന്ന സമസ്തയെ മുസ്ലിം ലീഗിൽ നിന്ന് വേർപ്പെടുത്താൻ വേണ്ടി വളരെ ബോധപൂർവ്വം ശ്രമിക്കുന്നവരിലുണ്ടാവുന്ന ആൾക്കാരുണ്ട്. ബക്കർ പേരാമ്പ്ര എന്ന പേര് രേഷ്മ കേട്ടിട്ടുണ്ടോ? അങ്ങനെ പേരിൽ സുപ്രഭാതം പത്രം തുടങ്ങുന്ന സമയത്ത് നിരവധി ലേഖനങ്ങൾ വന്നിരുന്നു. അപ്പോൾ എല്ലാവരും വളരെ സാഹുത ആരാണ് ഈ ബക്കർ പേരാമ്പ്ര? സമസ്തയെക്കുറിച്ചും ലീഗിനെക്കുറിച്ചുമാണ് നിരന്തരം ലേഖനം വരും. അപ്പോൾ വളരെ പെട്ടെന്ന് പിന്നെ ആ പേര് അപ്രത്യക്ഷമായി, ആ പേരിൽ വരുന്ന ലേഖനങ്ങൾ അപ്രത്യക്ഷമായി. ആരാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതിലെ ഏറ്റവും രസകരമായ സംഭവം, ഇപ്പോൾ ഈ ഔട്ട് ഓഫ് ഫോക്കസിൽ തന്നെ നമ്മൾ ഒരുപക്ഷെ ഗസയും RSSും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള വിഷയം സമസ്ത ലീഗ് പ്രശ്നമായിരിക്കും. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ സുപ്രഭാതം എന്നൊരു പത്രമാണ് കാരണം. സുപ്രഭാതം പത്രത്തിലൊരു ഒപ്പീനിയൻ, ഓപ്പൺ പേജിൽ ഒരു ഒപ്പീനിയൻ ലേഖനം വരുവാണ് ലീഗിനെതിരെ, തീർച്ചയായിട്ടും ചാനലുകളിലെ പ്രധാനപ്പെട്ട ഹെഡ്ലൈനിലായി ഒന്നായി മാറും. എന്തുകൊണ്ടാണത്? അത് സുപ്രഭാതം പത്രം സമസ്തയുടെ ഓർഗനാണ് എന്നുള്ളത് കൊണ്ട് അതിൽ വരുന്ന, അപ്പോൾ ഈ പത്രം തന്നെ കേന്ദ്രീകരിച്ച്, ഈ സുപ്രഭാതം പത്രം തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കുറേ അധികം ആളുകളുണ്ട്. അപ്പോൾ ഇതിനർത്ഥം അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊന്നുമല്ല, ഇതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വലുതാണ് എന്നുള്ളതാണ്. അതായത് കൂടുതൽ ചർച്ചയായി മാറുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ എല്ലാ സമസ്തയുടെ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഈ ക്വിസ് വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ക്വിസ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒരു 5 മിനിറ്റ് നേരത്തെ പ്രയത്നം മാത്രമാണത്. പക്ഷേ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. കാരണം സമസ്തയുടെ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇങ്ങനെ ഒരു ക്വിസ് വരിക, ലീഗിനെ അധിക്ഷേപിച്ചുകൊണ്ട് ക്വിസ് വരിക എന്ന് പറഞ്ഞാൽ അതെല്ലാവരും വായിക്കുക എന്ന് പറഞ്ഞാൽ പണി ചെറുതാണെങ്കിലും ഇമ്പാക്റ്റ് വലുതാണ്. അതാണ് ഞാൻ പറയുന്നത്. ഇത് വളരെ ചുരുക്കം ആളുകളാണ് ഈ ഷജറകൾ എന്ന് വിളിക്കുന്ന, മറ്റുള്ളവരെ അധിക്ഷേപിച്ച് തന്നെയാണ് വിളിക്കുന്നത്. അത് വളരെ ചുരുക്കം ആൾക്കാരാണ്. പക്ഷേ ആൾക്കാരുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, അവരിരിക്കുന്ന പൊസിഷൻ ചില മാധ്യമ സ്ഥാപനങ്ങളിലായതുകൊണ്ടും അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വലുതായതുകൊണ്ടാണ് ഇത് വലിയ ചർച്ചയാവുന്നത്. അതർവൈസ് ഇതൊരു ചർച്ചയാവേണ്ട വിഷയമല്ല. പക്ഷേ സമസ്ത ഒരു സ്വന്തമായ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടന്നത് അത് കുറേ നാളുകളായിട്ട് നടക്കുന്നതാണ്. ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിൽ തന്നെയാണ് നടക്കുന്നത്. അത് ഗൗരവമുള്ള വിഷയം തന്നെയാണ്. പക്ഷേ അതിനപ്പുറം ലീഗും സമസ്തയും തമ്മിൽ പിളരുമെന്നോ, പൊന്നാനിയിൽ കുറഞ്ഞ പക്ഷം സമദാനിയുടെ ഭൂരിപക്ഷമെങ്കിലും കുറയ്ക്കണം എന്നുള്ളതാണല്ലോ അതിൻ്റെ ലക്ഷ്യം, അത് കുറയുമെന്നോ എന്ന് പോലും ഞാൻ വിചാരിക്കുന്നില്ല. യെസ്, എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കട്ടെ, നമുക്ക് കാത്തിരുന്ന് കാണാം. സംസ്ഥയിൽ ഒരു പുകച്ചിലുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അത് ഏത് തരത്തിൽ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും, അത് ആർക്ക് നേട്ടമാകും, ആർക്ക് കോട്ടമാകുമെന്ന് തീരുമാനിക്കാൻ പോകുന്നത് ഇവിടുത്തെ വോട്ടർമാരാണ്. കാത്തിരിക്കാം. ഔട്ട് ഓഫ് ഫോക്കസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.